LibreOffice Impress Printing a Presentationന്റെ സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പ്രിന്റിംഗിന്റെ വിവിധ ഓപ്ഷൻസ് പഠിക്കും. സ്ലൈഡ്സ്, ഹാൻഡൌട്ട്സ്, നോട്ട്സ് കൂടാതെ ഔട്ട്ലൈൻ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ലിനക്സ് 10.04 കൂടാതെ LibreOffice Suite പതിപ്പ് 3.34. നിങ്ങളുടെ പ്രസന്റേഷന് ഹാർഡ് കോപ്പികൾ പ്രിന്റ് ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടാകാം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രേക്ഷകർക്ക് പ്രസന്റേഷന്റെ പകർപ്പുകൾ പിന്നീടുള്ള പരാമർശത്തിനായി നൽകേണ്ടതായി വന്നേക്കാം. അതിനാൽ ആദ്യം നമുക്ക് പ്രസന്റേഷൻ സാമ്പിൾ ഇംപ്രസിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് തുറക്കാം. നിങ്ങളുടെ സ്ലൈഡ്സിന്റെ പ്രിന്റ്സ് എടുക്കാൻ ഫയലും പിന്നെ പ്രിന്റും ക്ലിക്ക് ചെയ്യുക. പകരമായി നമുക്ക് Ctrl P കീകൾ ഒരുമിച്ച് പ്രസ് ചെയ്യാം. ജനറൽ ആൻഡ് ഓപ്ഷൻസ് ടാബിന് കീഴിലുള്ള ക്രമീകരണങ്ങൾ അറിയാൻ LibreOffice Writer സീരീസിലുള്ള വ്യൂവിംഗ് ആൻഡ് പ്രിന്റിംഗ് ഡോക്യുമെന്റ്സ് നെക്കുറിച്ചുള്ള ട്യൂട്ടോറിയൽ കാണുക. ഡോക്യുമെന്റ് ഫീൽഡിൽ ജനറൽ ടാബിലെ പ്രിന്റിന് താഴെയായി ഇംപ്രസിലുള്ള അതുല്യമായ വിവിധ ഓപ്ഷൻസ് കാണാം. ഈ ഓപ്ഷനുകൾ ആഗ്രഹിച്ച ഫോർമാറ്റിൽ നമ്മുടെ സ്ലൈഡ്സിന്റെ പ്രിന്റ് എടുക്കാൻ സഹായിക്കും. സ്ലൈഡ്സ്, ഹാൻഡൌട്ട്സ്, നോട്ട്സ് കൂടാതെ ഔട്ട്ലൈൻ. നമ്മൾ സ്ലൈഡ്സ് ഓപ്ഷൻ തിരഞ്ഞെടുക്കും. ഇനി നമുക്ക് LibreOffice Impress ടാബിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ലൈഡിന്റെ ഭാഗങ്ങൾ തിരഞ്ഞെടുക്കാം. പ്രിന്റ് ചെയ്യേണ്ട കളർ, സൈസും. ഉള്ളടക്കത്തിന് കീഴിൽ നമുക്ക് സ്ലൈഡ് നെയിം, ഡേറ്റും ടൈം കൂടാതെ ഹിഡൻ പേജസും തിരഞ്ഞെടുക്കാം. ടെക്സ്റ്റ് വിശദീകരിക്കുന്നത് പോലെ ഇവ സ്ലൈഡിന്റെ പേര്, തീയതി, സമയം കൂടാതെ മറഞ്ഞിരിക്കുന്ന പേജുകൾ ഉണ്ടെങ്കിൽ അതും പ്രിന്റ് ചെയ്യും. തുടർന്ന് കളറിന് കീഴിൽ ഗ്രേസ്കേൽ തിരഞ്ഞെടുക്കാം. ടെക്സ്റ്റ് വിശദീകരിക്കുന്നത് പോലെ മറ്റ് ഓപ്ഷൻസ് ടെക്സ്റ്റിനെ അതിന്റെ ഒറിജിനൽ കളറിൽ പ്രിന്റ് ചെയ്യും, അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. സൈസിന് കീഴിൽ ഫിറ്റ് ടു പ്രിന്റബിൾ പേജ് തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് LibreOffice Impress ടാബിൽ നിങ്ങളുടേതായ മറ്റ് സൈസ് ഓപ്ഷനുകൾ തിരയുക. നിങ്ങൾക്ക് പ്രിന്റ്സ് എടുക്കാനുള്ള ആവശ്യമനുസരിച്ച് വിവിധ സാധ്യതകൾ പേജ് ലേഔട്ട് ടാബിൽ ലഭ്യമാണ്. നമുക്ക് പ്രിന്റൌട്ടിന്റെ ഒരേ പേജിൽ ഒരുപാട് സ്ലൈഡ്സ് ആവശ്യമാണ് എന്ന് വിചാരിക്കുക. അതിനാൽ പേജസ് പെർ ഷീറ്റ് തിരഞ്ഞെടുക്കുക. ഡിഫോൾട്ടായി ഇത് പ്രിന്റ്സ് 1 സ്ലൈഡ് ആണ്. ഇവിടെ ചെറിയ പേജ് പ്രിവ്യൂ കാണുക. ഡ്രോപ്പ് ഡൌൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് പ്രിന്റ് ചെയ്യാനുള്ള പേജുകളുടെ എണ്ണം തിരഞ്ഞെടുക്കുക. നമ്മൾ പ്രിവ്യൂവിൽ 2 തിരഞ്ഞെടുത്താൽ നമുക്ക് 2 പേജസ് കാണാം. നമ്മൾ 6 തിരഞ്ഞെടുത്താൽ പ്രിവ്യൂവിൽ നമുക്ക് 6 പേജുകൾ കാണാം. ഓരോ പേജ് ഓപ്ഷന് ചുറ്റിലും ഡ്രോ എ ബോർഡർ തിരഞ്ഞെടുക്കുക. ഇത് ചുറ്റും ഒരു കറുത്ത ബോർഡർ ഓരോ പേജിലും പ്രിന്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്നു. ഇത് പേജിനെ കൂടുതൽ ആകർഷകമാക്കും. അടുത്ത ഓപ്ഷൻ ബ്രോഷർ ആണ്. ബ്രോഷർ രൂപത്തിൽ പ്രിന്റ് ചെയ്യുമ്പോൾ അത് സ്ലൈഡിനെ മടക്കാൻ സഹായിക്കുന്നു. എന്നിരുന്നാലും നമ്മൾ ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കില്ല. നിങ്ങൾക്ക് ഈ ഓപ്ഷനെക്കുറിച്ച് പിന്നീട് മനസ്സിലാക്കാം. ഓപ്ഷൻസ് ടാബിലുള്ള ചെക്ക് ബോക്സസ് അടയാളപ്പെടുത്തിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. ഈ ചെക്ക് ബോക്സസ് പ്രത്യേക ആവശ്യങ്ങൾക്കായുള്ളതാണ്. നമ്മൾ ഈ ട്യൂട്ടോറിയലിൽ അത് ചർച്ച ചെയ്യില്ല. ഇനി പ്രിന്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. പ്രിന്റർ കൃത്യമായി കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിന്റർ ഇപ്പോൾ പ്രിന്റ് ചെയ്തു തുടങ്ങേണ്ടതാണ്. ഇനി നമുക്ക് ഹാൻഡൌട്ട്സ് ഓപ്ഷനെക്കുറിച്ച് പഠിക്കാം. ഫയലും പ്രിന്റും ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ജനറൽ ടാബിലെ പ്രിന്റിലെ ഡോക്യുമെന്റ് ഫീൽഡിൽ ഹാൻഡൌട്ട് തിരഞ്ഞെടുക്കുക. ഡിഫോൾട്ടായി ഒരു പേജിൽ 4 സ്ലൈഡ്സ് ഉണ്ട്. കൂടാതെ ഡിഫോൾട്ട് ക്രമം ഇടതുനിന്നും വലത്തേക്കും പിന്നീട് താഴേക്കുമാണ്. ഇവ പ്രസന്റേഷന് വേണ്ടി മാറ്റമില്ലാതെ നിർത്തുക. LibreOffice Impress ടാബിൽ സൈസ് ഓപ്ഷൻസ് പ്രവർത്തനരഹിതമായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിന് കാരണം പ്രിന്റിന്റെ സൈസ് എന്നത് ഷീറ്റിലെ ടെക്സ്റ്റിന്റെ എണ്ണം കൂടാതെ ഷീറ്റിന്റെ വലുപ്പത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇനി പ്രിന്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്രിന്റർ കൃത്യമായി കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിന്റർ അച്ചടിച്ചു തുടങ്ങേണ്ടതാണ്. നമുക്കാദ്യം സ്ലൈഡിലേക്ക് പോയി നോട്ട്സ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ നോട്ടിൽ ടൈപ്പ് ചെയ്യുക "This is a sample note" എന്ന്. നിങ്ങളുടെ സ്ലൈഡിൽ ടൈപ്പ് ചെയ്ത നോട്ടുകൾ പ്രിന്റ് ചെയ്യാൻ ഫയലും പ്രിന്റ് ക്ലിക്ക് ചെയ്യുക. ജനറൽ ടാബിൽ പ്രിന്റിലെ ഡോക്യുമെന്റ് ഫീൽഡിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നോട്ട്സ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇടതുഭാഗത്തായി പ്രിവ്യൂ പേജിൽ പോവുക. ഇത് സ്ലൈഡിന് ചുവടെ ടൈപ്പ് ചെയ്തിട്ടുള്ള നോട്ട് കാണിക്കുന്നു. ഇനി LibreOffice Impress ടാബിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നോട്ട്സ് പ്രിന്റ് ചെയ്യുമ്പോൾ സൈസ് ഓപ്ഷൻസ് ലഭ്യമല്ല എന്ന് ഓർക്കുക.
ഇനി പ്രിന്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്രിന്റർ ശരിയായി കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിന്റർ ഇതിനകം പ്രിന്റിംഗ് ആരംഭിക്കേണ്ടതാണ്. അവസാനമായി പ്രസന്റേഷനിടെ സ്ലൈഡ്സിന്റെ ഔട്ട്ലൈൻ പ്രിന്റ് ചെയ്യാൻ ഫയലും പ്രിന്റിൽ ക്ലിക്ക് ചെയ്യുക. ജനറൽ ടാബിലെ പ്രിന്റിൽ ഡോക്യുമെന്റ് ഫീൽഡിൽ ഔട്ട്ലൈൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇടതുഭാഗത്തായുള്ള പ്രിവ്യൂ പേജിൽ നോക്കുക. ഇത് നിങ്ങളുടെ സ്ലൈഡിന്റെ ഔട്ട്ലൈൻ ക്രമം, സ്ലൈഡ് ഹെഡിംഗ്സ് കൂടാതെ സബ് പോയിന്റ്സ് എന്നിവയോടൊപ്പം കാണിക്കും. ലിബ്രിയോഫീസ് ഇംപ്രസ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, അതായത് സൈസ് ഓപ്ഷൻസ് എന്നത് പ്രിന്റ് ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ ലഭ്യമല്ല. ഇനി പ്രിന്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്രിന്റർ കൃത്യമായി കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിന്റർ അച്ചടിച്ചു തുടങ്ങേണ്ടതാണ്. ഇതോടുകൂടി നമ്മുടെ ഈ ട്യൂട്ടോറിയൽ അവസാനിച്ചു. ഇവിടെ നമ്മൾ സ്ലൈഡ്സ്, ഹാൻഡൌട്ട്സ്, നോട്ട്സ് കൂടാതെ ഔട്ട്ലൈനിന്റെ പ്രിന്റിംഗിനെക്കുറിച്ച് പഠിച്ചത്. ഈ കോംപ്രഹൻഷൻ ടെസ്റ്റ് അസൈൻമെന്റ് പരീക്ഷിക്കുക. പുതിയ പ്രസന്റേഷൻ സൃഷ്ടിക്കുക. രണ്ടാമത്തെ സ്ലൈഡ് മാത്രം പ്രിന്റ് ചെയ്യുക. അത് ആദ്യ 4 സ്ലൈഡ്സ് ഹാൻഡൌട്ടുകളായി വേണം. താഴെ കാണുന്ന ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് സമ്മറൈസ് ചെയ്യുന്നു. നിങ്ങൾക്ക് മികച്ച ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഡൌൺലോഡ് ചെയ്ത് കാണാം. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് ടീം സ്പോക്കൻ ട്യൂട്ടോറിയൽസ് ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ പരീക്ഷ ജയിക്കുന്നവർക്ക് സാക്ഷ്യപത്രങ്ങൾ നൽകുന്നു. കൂടുതൽ വിശദാംശങ്ങൾക്കായി എഴുതുക spoken-tutorial.org. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് എന്നത് തൽക്ക് ടോ a ടീച്ചർ പ്രൊജക്ടിന്റെ ഭാഗമാണ്. ഇതിനെ പിന്തുണയ്ക്കുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മുഖാന്തരമാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ spoken-tutorial.org/nmeict-intro ൽ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ശാലു ശങ്കർ, IIT ബോംബേ. ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി.